പെരിങ്ങമല സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷിന് തിരിച്ചടി. ബാങ്ക് ഭരണസമിതി അംഗമായിരുന്ന സുരേഷ് 43 ലക്ഷം അടയ്ക്കണം എന്ന് സഹകരണ വകുപ്പ് ഉത്തരവിട്ടു. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷിന്റെ സഹകരണ ബാങ്ക് ക്രമക്കേട് പുറത്തായ സ്ഥിതിക്ക് മാധ്യമങ്ങൾ നിങ്ങളോട് പറയാൻ ഭയക്കുന്ന പല കേസുകളുടെ പേരിൽ കേരളത്തിൽ ഒരു കോലാഹലം തന്നെ ഉണ്ടാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ പോലും ഭയക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ബി.ജെ.പി. ഭരിക്കുന്ന 14 സഹകരണ ബാങ്കുകളിലെ വമ്പൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ വേഗം പറയാം. ബി.ജെ.പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലറും വലിയശാല ഫാം ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റുമായ തിരുമല അനിലിന്റെ ആത്മഹത്യയോടെയാണ് അദ്ദേഹം പ്രസിഡന്റായ ബി.ജെ.പി. ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ ബി.ജെ.പി. നേതാക്കളുടെ 6 കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പ് പുറത്താകുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ വലിയ തുകകൾ ലോൺ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ വന്നതാണ് സഹകരണ സംഘം തകരാൻ കാരണമെന്ന് പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിട്ടാണ് സ്വന്തം കൗൺസിലർ ഓഫീസിൽ ബി.ജെ.പി. നേതാവായ അനിൽ ജീവനൊടുക്കുന്നത്. ഇതൊരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന വക്താവായ എം.എസ്. കുമാർ പ്രസിഡന്റായ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് 32 കോടിയുടെ ക്രമക്കേടാണ്. ഇതോടെ ജയിലിലാകുമെന്ന ഘട്ടത്തിൽ രക്ഷപ്പെടാനായി ലോൺ എടുത്തു മുങ്ങിയ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരേണ്ടി വന്നു എം.എസ്. കുമാറിന്. ഒപ്പം മുൻപ് പറഞ്ഞ തിരുമല അനിലിന്റെ മരണത്തിന് കാരണം ബി.ജെ.പി. നേതാക്കളാണെന്നുകൂടി ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായ എം.എസ്. കുമാർ പറഞ്ഞു വച്ചു. ബി.ജെ.പിയെ വെട്ടിലാക്കി മുതിർന്ന നേതാവ് എം.എസ്. കുമാർ. കൗൺസിലറായിരുന്ന അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് കാരണം പാർട്ടിയാണെന്ന് സൂചിപ്പിച്ചാണ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ അധ്യക്ഷനായ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത ബി.ജെ.പി. നേതാക്കൾ വായ്പ തിരിച്ചടയ്ക്കുന്നില്ല എന്നും പാർട്ടി ഇടപെടുന്നില്ല എന്നുമാണ് തുറന്നു പറച്ചിൽ. പണം അടയ്ക്കാത്തവരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നാണ് കുമാറിന്റെ മുന്നറിയിപ്പ്. ഇതിനു പുറമെ 30 കോടിയുടെ ക്രമക്കേട് നടന്ന വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘവും ബി.ജെ.പി. നിയന്ത്രണത്തിലുള്ളത് തന്നെയാണ്. ബി.ജെ.പിയുടെ നേതാവ് കാലടി വിജയകുമാറാണ് ഇതിന്റെ പ്രസിഡന്റ്. 50ലധികം കേസുകളാണ് ഈ തട്ടിപ്പിന്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ 20 കോടിയുടെ തട്ടിപ്പ് നടന്ന വെങ്ങാനൂർ റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സംഘത്തെ തകർത്തതും സതീഷ് കുമാർ എന്ന ബി.ജെ.പി. നേതാവ് പ്രസിഡന്റായ ബി.ജെ.പിയുടെ ഭരണസമിതി തന്നെയായിരുന്നു. കോടികളുടെ തട്ടിപ്പ് നടന്ന ബി.ജെ.പി. ഭരിക്കുന്ന തിരുവനന്തപുരത്തെ സഹകരണ ബാങ്കുകളുടെ ലിസ്റ്റ് ഇവിടെ അവസാനിക്കുന്നില്ല. തിരുവനന്തപുരം ട്രാവൽ ആൻഡ് ടൂറിസം സഹകരണ സംഘം, ഇപ്പോൾ ബി.ജെ.പി. നേതാവ് എസ്. സുരേഷ് വെട്ടിലായ പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം, പുത്തൻതെരുവ് വെൽഫെയർ സഹകരണ സംഘം, തിരുവനന്തപുരം നോർത്ത് സഹകരണ സംഘം, ഇങ്ങനെ ബി.ജെ.പി. ഭരണസമിതികൾ തട്ടിപ്പ് നടത്തിയ തിരുവനന്തപുരത്തെ സഹകരണ സംഘങ്ങളുടെ ലിസ്റ്റ് നീണ്ടുകിടക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, കേരളത്തെ ഇന്നത്തെ കേരളമാക്കാൻ സഹായിച്ച നമ്മുടെ സഹകരണ മേഖലയിലെ 14 സഹകരണ സംഘങ്ങളെയാണ് ബി.ജെ.പി. എന്ന പാർട്ടി വായ്പാ തട്ടിപ്പിലൂടെയും മറ്റ് ക്രമക്കേടുകളിലൂടെയും തകർത്തിരിക്കുന്നത്. ഒരു ബി.ജെ.പി. വാർഡ് കൗൺസിലർ ഈ വിഷയത്തിന്റെ ഇരയായി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ഓർക്കുക, ഭരണമില്ലാത്ത കാലത്താണ് ബി.ജെ.പി. ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭരണം കൂടി കിട്ടിയാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ തന്നെ അവർ പണയം വയ്ക്കില്ല എന്ന് ആര് കണ്ടു?